പോലും ജനപ്രതിനിധികളെ മുറിവേൽപ്പിക്കരുത്. ഇങ്ങനെ ഒരു നിയമം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങേയറ്റം പ്രകോപനമുണ്ടായാലും ഒരിഞ്ച് പോലും അനങ്ങാതെ, വെറും നോട്ടം കൊണ്ട് പോലും ആരെയും വേദനിപ്പിക്കാതെ സഭയെ കാക്കുന്ന ഒരു പ്രത്യേക സേനയുണ്ട് നമ്മുടെ നിയമസഭയിൽ. ഇന്ന് നമുക്ക് അവരെ കുറിച്ചൊന്ന് അറിഞ്ഞാലോ? നിയമസഭാ നടപടികൾക്കിടയിൽ വെള്ള യൂണിഫോം ധരിച്ച് അച്ചടക്കത്തോടെ നിൽക്കുന്ന ഈ ഉദ്യോഗസ്ഥരെ നാം പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. സ്പീക്കറുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഇവർ വെറുമൊരു സുരക്ഷാ വിഭാഗമല്ല, മറിച്ച് സഭയുടെ അച്ചടക്കം കാത്തു സൂക്ഷിക്കുന്ന വാച്ച് ആൻഡ് വാർഡാണ്. നിയമസഭയുടെ അകത്തളങ്ങൾ മുതൽ MLA ഹോസ്റ്റലും സ്പീക്കറുടെ വസതിയും വരെ ഇവരുടെ സുരക്ഷാ വലയത്തിലാണ്. പ്രതിഷേധങ്ങൾ അതിരുവിടുമ്പോൾ സ്പീക്കറുടെ നിർദ്ദേശപ്രകാരം ഇടപെടാൻ ഇവർക്ക് അധികാരമുണ്ടെങ്കിലും ലാത്തിയോ തോക്കോ ഒന്നും ഇവർ ഉപയോഗിക്കാറില്ല. പകരം കൈകൾ പിന്നിൽ കെട്ടി തൊട്ടടുത്ത് നിൽക്കുന്ന സഹപ്രവർത്തകന്റെ കയ്യിൽ ചേർത്ത് പിടിച്ച് ഒരു മനുഷ്യ മതിൽ തീർക്കുകയാണ് ഇവരുടെ രീതി. ഇത്തരത്തിൽ കേവലം ശാരീരികമായ പ്രതിരോധത്തിലൂടെ സഭാ അംഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നു. ഈ സേനയിലേക്കുള്ള തിരഞ്ഞെടുപ്പും വളരെ കൗതുകകരമാണ്. സായുധ പോലീസ് സേനയിലോ AR ക്യാമ്പിലോ 3 വർഷം പൂർത്തിയാക്കിയ മികച്ച ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി ഡെപ്യൂട്ടേഷനിൽ നിയോഗിക്കുന്നത്. കായികക്ഷമതയേക്കാൾ ഉപരിയായി ഇവരുടെ സ്വഭാവം, രാഷ്ട്രീയ ചായ്വ്, ദേഷ്യം നിയന്ത്രിക്കാനുള്ള കഴിവ് എന്നിവയെല്ലാം കൃത്യമായി പരിശോധിച്ച ശേഷമാണ് നിയമനം നൽകുന്നത്. ചീഫ് മാർഷലിന്റെ നേതൃത്വത്തിൽ വനിതാ സർജൻ അസിസ്റ്റന്റുമാർ ഉൾപ്പെടെ 100ഓളം പേരാണ് ഈ വിഭാഗത്തിലുള്ളത്. സഭാ സമ്മേളനം നടക്കുമ്പോൾ 30ഓളം പേരെ അധികമായി നിയോഗിക്കാറുണ്ട്. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ പ്രകോപനങ്ങൾക്കിടയിലും അചഞ്ചലമായി നിലകൊള്ളുന്ന വാച്ച് ആൻഡ് വാർഡ് വിഭാഗം ശരിക്കും നിയമസഭയുടെ വിശ്വസ്തരായ കാവൽക്കാർ തന്നെയാണ്.